ആഗ്രയിൽ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്തത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരു കോമ്പൗണ്ടിൽ ഫത്തേപൂർ സിക്രി എന്നുള്ള രീതിയിലാണ് അത് കിടക്കുന്നത്. അത് വിശാലമായിട്ടുള്ള ബുലന്ദ് ദർവാസ് ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക്. നമ്മളിതിൻ്റെ എൻട്രൻസിൽ കൂടെ കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് സിക്രിയും അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഫത്തേപൂറുമാണ്. ഫത്തേപൂരിലാണ് ബുലന്ദ് ദർവാസും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കവാട എന്നറിയപ്പെടുന്നതാണ് ബുലന്ദ് ദർവാസ്. വളരെ മനോഹരമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആഗ്ര പട്ടണം വളരെ വിശാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 52 സ്റ്റെപ്പ് ഉൾപ്പെടെ അവിടെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് മെയിൻ ഗേറ്റ്. 100 അടിയോളം ഹൈറ്റുള്ളൊരു മെയിൻ ഗേറ്റാണ്. ഇപ്പോൾ കയറുമ്പോഴത്തേക്കും ഒറ്റ എൻട്രൻസ് വഴി കയറാക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്നത്, അതായത് ഈ ഒരു ഗേറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നത് 3 വാതിലുണ്ട്. ഇതാണ് മെയിൻ ഒറ്റ വാതിൽ. ഇത് നമ്മുടെ കുതിരയുടെ കാലിൻ്റെ സാധനം വെച്ചാണ് ചെയ്തേക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്യുന്ന 3 വാതിലാണിത്. അങ്ങനെ നമ്മൾ അടുത്തതായി കാണാൻ വന്നേക്കുന്നത് ആഗ്ര ഫോർട്ടിലാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. ഇതാണ് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ടിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്ര ഫോർട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ഗൈഡാണിത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരാൻ വേണ്ടിയാണ് ആളാണിത്. अकबर के बाद अकबर से जहांगीर से शाहजहां से मौजूद है। और भी जनरेशन 95 साल ചിഞ്ചന കൈ പിടിച്ചടങ്ങ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മൊത്തം. അങ്ങനെ കൊണ്ട് നമുക്ക് ഉൾക്കാഴ്ചകളൊക്കെ കാണാം. ഇനി
താജ്മഹലാണ്. ഇവിടെ നിന്ന് താജ്മഹലാണ്. उस जमाने के अंदर इलेक्ट्रिसिटी नहीं था. महल के ऊपर है वाटर टैंक. ठीक है. अंदर डबल दीवार का महल है. 2 दीवारों के बीच में गैप है. दीवार है हॉलो वाल. वाटर टैंक से दीवारों में पानी भर दिया. समर टाइम कोल्ड वाटर, विंटर टाइम हॉट वाटर. नेचुरल एयर कंडीशन. അതായത് രണ്ട് ഭിത്തിയുടെ ഇടയിൽ വെള്ളം അവർ ടാങ്കിനകത്ത് ഫില്ല് ചെയ്തിട്ട് തണുപ്പ്, അതായത് നാച്ചുറൽ എയർ കണ്ടീഷൻ ആക്കി എടുക്കുന്നതാണ് പറഞ്ഞത്. जो दीवारों का पानी चेंज करने के लिए ड्रेनेज सिस्टम. ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടെ गड्ढे में आके यमुना में लगा. യമുനയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പോകും. अंदर चलेंगे अभी. ഇത് ജഹാംഗീർ. जहांगीर यस. अंदर चलेंगे उससे पहले ताजमहल देखो. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഹാംഗീർ താമസിച്ച സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താജ്മഹൽ കാണാൻ പറ്റും. ആ കാണുന്നതാണ് നമ്മുടെ താജ്മഹൽ. കാണാൻ വേണ്ടി നമ്മുടെ ഗൈഡിൻ്റെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. अभी ठंडा नहीं है. रूम को ठंडा करने के लिए क्रॉस वेंटिलेशन है. मैजिक विंडो. ये ओपन है ना, बड़ा हुआ है ना. लेकिन ये खुला है सर. लेकिन ये खुला है, जादू नहीं है. ये भी सिक्का है. ഇപ്പോൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്നു. പക്ഷേ അവിടെ ഒരു മതിലുണ്ടായതാണ് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. നമ്മൾ വേറൊരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാൽ നല്ലോണം നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. നല്ല ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളീ കാണുന്നത് താജ്മഹൽ പണിഞ്ഞ സെയിം വൈറ്റ് മാർബിളാണ്. कवर गोल्ड के थे. रोशनारा ये दूसरी का अलग है. ओके, उसका नाम क्या है? जहारा. जहारा. अब रोशनारा जहारा രണ്ട് പേര്. देखेंगे मुमताज साजा का बेडरूम. गोल्डन अभी नहीं है. अभी नहीं है, ब्रास है. പണ്ട് കാലത്ത് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഗോൾഡായിരുന്നു. ഇപ്പം ബ്രാസായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്. मुमताज का बहुत बड़ा. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മുംതാസിൻ്റെ ബെഡ്റൂമാണ്. दो बेटी, एक बेटी का इधर, दूसरी का सर. दिस इज खास महल, प्राइवेट पैलेस, शाहजहां मुमताज बेडरूम. सब ये ओपन है. वाटर सिस्टम. सब में ये बोर्ड लगा हुआ था. बोर्ड को गरम करके इधर ब्रिटिश. നല്ലൊരു വ്യൂ ആണ് ഇതിനകം കൊണ്ട്. और ये जो रिंग है ना सर, रिंग हैंड फैन लगा हुआ था. दिस इज नॉट सिंपल मार्बल, दिस इज ट्रांसपेरेंट मार्बल. ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. दिस इज ब्लैक एंड व्हाइट. അതായത് മാർബിളിന്റെ ഏറ്റവും ലീൻ ആയിട്ടുള്ള സാധനം. പേപ്പറിന്റെ തിക്നെസ്.
अब दिखाएंगे शाहजहाँ का जेल, जहाँ उसके बेटे और वाइन बनाने के लिए अंगूर की खेती हुई। जवानी स्टोर में उनकी हरम रहती थी, हरम। ഇവിടെ ഫുള്ള് മുന്തിരി കാരനായിരുന്നു നമ്മുടെ വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞത്, പണ്ട് ഗോൾഡായിരുന്നു ആ കാണുന്നത്, ഇത് ഇപ്പം ബ്രാസായിരുന്നു ആക്കി, ബ്രിട്ടീഷുകാരെല്ലാം കൊണ്ടുപോയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്തൊക്കെയൊന്നും പറഞ്ഞേ? ആ വാട്ടർ ബോഡി ഉണ്ടോ, വാട്ടർ ബോഡി വരുന്നയാ, അവിടെ ക്രോക്കഡൈൽ ഉണ്ടാവും. ക്രോക്കഡൈൽ അതായത് എനിമീസിന്റെ അറ്റാക്ക് വരുവാണെങ്കിൽ, വെള്ളത്തിൽ വീഴുവാണെങ്കിൽ അവർ ക്രോക്കഡൈൽ അറ്റാക്ക് ചെയ്യും. ഇൻ കേസ് അത് എസ്കേപ്പ് ആയിട്ട് ഇപ്പുറത്ത് വരുവാണെങ്കിൽ ഇവിടെ ടൈഗർ, ഇവിടെ ഫുള്ള് ടൈഗറിനെ അവർ ഡിപ്ലോയ് ചെയ്യുന്നതായത്. അപ്പം ടൈഗർ അറ്റാക്ക് ചെയ്യും. എങ്ങനെയായാലും മരണം ഉറപ്പാണ്. അതുകൂടാതെ ഇതിനകത്ത് ഗാർഡ്സ് ഉണ്ട്. कर दिया भाई, और सिक्योरिटी रहती है नीचे, टाइगर को देखो. അതായത് ഇതിനകത്ത് കാർവ് ചെയ്തിട്ട് ഓരോ സ്റ്റോൺസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാർവ് ചെയ്തിട്ട് ഓരോ സ്റ്റോൺസിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോൺസ് ഒക്കെ എന്നത് എല്ലാം ബ്രിട്ടീഷുകാർ ഇവർ കൊണ്ടുപോയി. ഒരുപാട് സ്റ്റോൺസ്, ജെംസ് ഉണ്ടായിരുന്നു. ജെംസ് എല്ലാം എടുത്തിട്ട് പോയി. ഒന്നുമില്ല, ജെംസ് എല്ലാം കൊണ്ടുപോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ വ്യൂ ഓഫ് താജ്മഹലിൻ്റെ ഇവിടെ ഒരു ബാൽക്കണി പോലൊരു ഷേപ്പുണ്ട്. അവിടെ ക്ലിയർ വ്യൂ ഓഫ് താജ്മഹൽ ജീവിതമുണ്ടെങ്കിലും അവിടെ വന്ന് അടിപൊളി ഒരു വ്യൂ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. കാണാൻ പറ്റത്തില്ല, താജ്മഹലിലേക്ക് പോകാനുള്ള ടണൽ. इस बिल्डिंग में दीवान था प्राइवेट पार्लियामेंट, मिनिस्टरों के साथ बैठ के मीटिंग करने. ठीक है. ये वजीर का सीट है, प्राइम मिनिस्टर. वो किंग जहांगीर का सीट है. ओ ठीक है. ये जो पत्थर है कसौटी पत्थर है, कसौटी ब्लैक ऑनेक्स, जिसमें हैव टू ज्वेलर्स गोल्ड चेक करते हैं, ज्वेलर्स असली है नकली, वो स्टोन सिंगल पीस में था. 1803 में कैनॉन बॉल मारा था अंग्रेजों ने, तोप का गोला जैसे क्रैक हो गया, तोप का गोला बाउंस करके होल में यहाँ से कार का फोटो लो. अंग्रेजों ने 1803 में कैनन ബോൾ, അതായത് നമ്മുടെ പീരങ്കിയുടെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് ഇവിടെ കുതിച്ചിട്ട് അവിടെ പോയി ഇടിച്ചു. അപ്പോൾ ഇത് ക്രാക്ക് ആയെന്നാ പറയുന്നത്. കാനൺ ബോൾ മനസ്സിലായോ? അതിന്റെ ഹോളാണ് അത്. അങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്തെന്ന് പറയുന്നത്. പണ്ട് യുദ്ധസമയത്ത് കനോൺ ബോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്ന് വീണപ്പോഴാണ് ഇവിടെ ക്രാക്കായത്. ഇവിടെ വീണ സാധനം നേരെ പോയി വീണത് ആ ഒരു സ്ഥലത്താണ്. അങ്ങനെയാണ് അവിടെയും ക്രാക്കായതെന്ന് പുള്ളി പറയുന്നത്.
एरो से फिशिंग का सब टाइम पास ये उनका हमाम बना हुआ है नहाने का जगह എന്താ രണ്ടുപേരും കൂടെ അമ്പും വില്ലും വിട്ട് കളിക്കുമെന്നോ? ആ ഷാജഹാൻ എന്തോ അവിടെ നിൽക്കുമോ? പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പും വില്ലും വിടുന്ന സ്ഥലമാണ്. അപ്പം ഷാജഹാൻ അവിടെ നിൽക്കും, മുംതാസ് ഇവിടെ നിൽക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പും വില്ലും വിടും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അവിടെ നിൽക്കുന്ന ആ കനിയോൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്നപ്പോഴത്തേക്കും താജ്മഹൽ നല്ല ദൂരത്തായിട്ടാണ് കണ്ടത്. ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത പോലെയാണ് നോക്കുന്നത്. തൊട്ടടുത്ത് മീൻസ് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. നമ്മളങ്ങനെ നടന്ന് വേറൊരു സെക്ഷനിലോട്ട് വന്നേക്കുവാണ്. ഇവിടെയാണ് പള്ളി വരുന്നത്. പുള്ളി നമ്മളെ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകാണ്. നമ്മുടെ ഗൈഡ് പോവുകയാണ്. നമ്മളൊരു ഷെയർ ഓട്ടോ വിളിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അടുത്തോട്ട് പോവുകയാണ്. കണ്ടക്ടർ ഇധർ നോക്കോ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് വീടെടുത്തേക്കുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് വീടൊന്ന് കാണിക്കാം. വീട് എന്തൊക്കെ സൗകര്യങ്ങളുമുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിക്കാം. താഴത്തെ ഫ്ലോറിലാണ് നമുക്ക് താമസം വന്നേക്കുന്നത്. ഇത് ഹോളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് വിത്ത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, നമുക്ക് ഇതൊക്കെ കഴിയാൻ ഡ്രസ്സൊക്കെ കഴിയാൻ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത്രയാണ് വീട്ടിലെ സൗകര്യം. ഇങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ കാത്തിരുന്ന് ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട്.